മലബാർ മിൽമയുടെ പ്രവർത്തനത്തെ പ്രശംസിച്ച ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. ലഭിക്കുന്ന ലാഭം ക്ഷീര കർഷകരിലേക്ക് തന്നെ അധിക പാൽ വിലയായും കാലിത്തീറ്റ സബ്സിഡിയായും മലബാർ മിൽമ തിരിച്ചു നൽകുകയാണ്. അത് ഏറെ പ്രശംസനീയമാണെന്ന് മന്ത്രി വ്യക്തമാക്കി. മലബാർ മിൽമയുടെ അന്താരാഷ്ട്ര സഹകരണ വർഷാചരണത്തിന്റെ ഉദ്ഘാടനവും 2025 വാർഷിക പദ്ധതി ആസൂത്രണ മാർഗരേഖ പ്രകാശനവും കോഴിക്കോട് കാലിക്കറ്റ് ടവറിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പശുക്കൾക്ക് ആരോഗ്യ കാർഡ് പോലെ നമ്മുടെ മനുഷ്യന്റെ ആരോഗ്യ കാർഡ് പോലെ പശുക്കളിൽ ഇപ്പോൾ ആരോഗ്യ കാർഡ് സംവിധാനം വരിക. അതിൻ്റെ കാതിൽ ചെറിയ ചിപ്പ് പിടിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് 7.5 കോടി രൂപ ചെലവഴിച്ച് നമ്മളെ പത്തനംതിട്ട ജില്ലയിൽ ഈ സമൃദ്ധ എന്ന് പറഞ്ഞ ഒരു വലിയ പദ്ധതിക്ക് ഞങ്ങൾ രൂപം കൊടുത്തു. അതിപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ആ പദ്ധതി അവിടെ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുവാൻ. അപ്പോൾ നിങ്ങൾക്കൊരു OP ടിക്കറ്റ് എടുക്കണമെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ OP ടിക്കറ്റ് എടുക്കാം. ഡോക്ടറെ കാണുവാനുള്ള സംവിധാനങ്ങൾ, പശുക്കൾക്ക് എന്താണ് മുമ്പ് അസുഖം വന്നിട്ടുള്ളത്, ഏത് വാക്സിൻ എടുത്തിട്ടുണ്ട്, പശുവിൻ്റെ ഓണർ ആരാണ്, എത്ര ലിറ്റർ പാല് തരും, ഇതെല്ലാം അതിനകത്തുണ്ട്. 100 കോടി രൂപയാണ് അധിക പാൽ വില, കാലിത്തീറ്റ സബ്സിഡി, മറ്റു ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം മലബാർ മിൽമ ക്ഷീര കർഷകർക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ മിൽമയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഓരോ ക്ഷീര കർഷകന്റെയും കടമയാണ്. കൂടുതൽ പാൽ മിൽമയിലേക്ക് നൽകുവാൻ ക്ഷീര കർഷകർ തയ്യാറാവണം. 136 കോടി രൂപ ചിലവഴിച്ചാണ് മലപ്പുറം ജില്ലയിലെ മൂർക്കനാട് പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി മലബാർ മിൽമ നിർമ്മിച്ചത്. ഇതിന്റെ സുഗമമായ പ്രവർത്തനത്തിന് കൂടുതൽ പാൽ ലഭിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ 132 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അത്തരത്തിൽ മിൽമ ഒരു സ്ഥാപനം കൊണ്ടുവരുമ്പോൾ അതിനും ആവശ്യമുള്ള പാൽ ഓരോ ദിവസവും നമ്മൾ സംഭരിക്കേണ്ടുന്ന ആവശ്യകതയുണ്ട്. കാരണം പാല് പൊടിയാക്കി മാറ്റുന്ന സംവിധാനത്തിലേക്ക് അതും വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പാല് വേണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടുന്നത് പാല് കൂടുതൽ മിൽമയിൽ എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ്. എന്താണ് പശുക്കളുടെയും ആടുകളുടെയും ഒക്കെ ഇപ്പോൾ എണ്ണം എടുത്ത് പരിശോധിച്ചപ്പോൾ ഇത്തവണത്തെ സർവേയിൽ കാണാൻ സാധിച്ചത് എണ്ണം വളരെ കുറവാണ്. അപ്പോൾ രോഗം വരാതിരിക്കുവാനുള്ള സംവിധാനത്തിലേക്ക് നമുക്ക് ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകും. എന്നാൽ നമ്മുടെ രാജ്യം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യമായി നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇന്ന് മാറി. ക്ഷീരസുമംഗലി സമ്മാനം, സായന്തനം പദ്ധതി, കർഷക സഹായ പദ്ധതി എന്നിവയുടെ ആനുകൂല്യ വിതരണം മന്ത്രി ചിഞ്ചുറാണി നിർവഹിച്ചു. വെറ്റിനറി ആശ്രയ മെഡിക്കൽ സ്റ്റോറിനുള്ള ധനസഹായം, പ്രളയ ഇൻഷുറൻസ് ക്ലെയിം തുക എന്നിവ തോട്ടത്തിൽ രവീന്ദ്രൻ MLA വിതരണം ചെയ്തു. മിൽമ ചെയർമാൻ KS മണി അധ്യക്ഷത വഹിച്ചു. തോട്ടത്തിൽ രവീന്ദ്രൻ MLA മുഖ്യ അതിഥിയായിരുന്നു. മാനേജിംഗ് ഡയറക്ടർ KC ജെയിംസ് മലബാർ മിൽമയുടെ വാർഷിക പദ്ധതികൾ വിശദീകരിച്ചു. മിൽമ ഭരണസമിതി അംഗങ്ങളായ P ശ്രീനിവാസൻ, PP നാരായണൻ എന്നിവർ സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.